ഞെട്ടിപ്പിക്കുന്ന ഒരു സെറ്റ് ഡാറ്റയുമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. പ്ലസ് ടുവിൽ ഒരു ബെഞ്ചിൽ 4 കുട്ടികൾ ഇരിക്കുകയാണെങ്കിൽ അതിൽ 3 പേര് മാത്രമാണ് പാസ്സാവുന്നത്. ഒരു കുട്ടി തോറ്റുപോവുകയാണ്. ഇതാണ് റിയാലിറ്റി. സാഡാണ്, പക്ഷെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. ഞെട്ടിക്കുന്ന ചില ഡാറ്റാസും ചില റിയാലിറ്റീസും ഷെയർ ചെയ്യാൻ ഞാൻ വീഡിയോ ചെയ്യുന്നത്. മുഴുവനായിട്ട് കാണാം. ഈ വീഡിയോ ടാർഗറ്റ് ചെയ്യുന്നത് ഇനി +1 കഴിഞ്ഞ് +2 വരുന്ന കുട്ടികൾക്കുള്ളതാണ് കേട്ടോ. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, +2 തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുപോലുള്ള ചില കാര്യങ്ങൾ. ഹായ് ഗൈസ്, ഈ വീഡിയോയിൽ നമ്മൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചില ഡാറ്റാസ് നിങ്ങളോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളായിട്ടുള്ള ഒരു പാറ്റേൺ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ ന്യൂസിലൂടെയൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു നറേറ്റീവ് ആയിരുന്നു, കേരളത്തിലെ വിദ്യാഭ്യാസ നിലവാരം കൂട്ടുന്നതിൻ്റെ ഭാഗമായി എക്സാംസിൻ്റെ സ്റ്റാൻഡേർഡ് കൂട്ടുന്നു, അല്ലെ ഡിഫിക്കൽട്ടി കൂട്ടുന്നു, പാറ്റേൺസ് ചേഞ്ച് ചെയ്യുന്നു. സത്യമാണ്, അത് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എക്സാമിൻ്റെ മാർക്ക് കുറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉദ്ദേശമായിരുന്ന ഓവറോൾ എഡ്യൂക്കേഷൻ ക്വാളിറ്റി കൂടുന്നുണ്ടോ ഉള്ള കാര്യത്തിൽ ഒരു ചോദ്യചിഹ്നമാണ്. അതിൻ്റെ ഒരു റിസൾട്ടൊക്കെ അറിയാൻ ഇനിയും വർഷങ്ങൾ പിടിക്കും. ഇപ്പോഴുള്ള കുട്ടികൾ കുറച്ചുകൂടി ഹയർ എഡ്യൂക്കേഷനൊക്കെ എത്തുമ്പോഴേ പഠന നിലവാരം ശരിക്കും കൂടിയിട്ടുണ്ടോ എന്നുള്ള ഒരു അസസ്മെൻ്റ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പോൾ എക്സാംസ് ഡിഫിക്കൽട്ട് ആകുന്നു, എക്സാമിൻ്റെ മാർക്ക് കുറയുന്നു. അത് ഡാറ്റ നിങ്ങളോട് സംസാരിക്കും. നമുക്ക് ആദ്യം SSLC റിസൾട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൂ അല്ലേ. നിങ്ങൾ ന്യൂസൊക്കെ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നിങ്ങളിപ്പോൾ SSLC ശ്രദ്ധിക്കാറില്ല, പക്ഷെ നിങ്ങൾ അനിയന്മാരോ അനിയത്തിയോ കസിനോ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. ഒരു ഡാറ്റ ഞാൻ നിങ്ങളോട് വെച്ച് പറയാം. 2022 തൊട്ടുള്ള ഡാറ്റ നമുക്ക് നോക്കാം. 2022 എക്സാം എഴുതുന്ന കുട്ടികൾ 4,26,000 പേരാണ്. പാസ് പെർസെൻറ്റേജ് 99.26, അത്യാവശ്യം നല്ല പാസ് പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ. അവിടെ A+ൻ്റെ എണ്ണം 44,000 ആയിരുന്നു. അത് കഴിഞ്ഞ് 23 ആകുമ്പം അത് എത്ര 68,000 പോയി. 24 ആകുമ്പോൾ അത് 71,000 പോയി. അതായത് A+ൻ്റെ എണ്ണമൊക്കെ ഒരുപാട് കൂടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഓൾമോസ്റ്റ് 20% അടുത്തൊക്കെ A+ കിട്ടായിരുന്നു. എന്നാൽ അതിനുശേഷം നിങ്ങൾ നോക്കുക, 25ൻ്റെ SSLC വന്നപ്പം അതിൻ്റെ പാസ് പെർസെൻറ്റേജ് അല്പം ഒന്ന് കുറഞ്ഞു. അതിനേക്കാൾ ഏറെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ എന്താണ് A+ൻ്റെ എണ്ണം 71 61 കുറഞ്ഞു. എന്നാൽ ഈ വർഷം ശരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫിക്കൽട്ടായി. ഈ വർഷം SSLC റിസൾട്ട് വന്നപ്പം നേർപകുതിയായി. എക്സാം എഴുതിയ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, അതിൻ്റെ കൂടെ പാസ് പെർസെൻറ്റേജും കുറഞ്ഞു. അതിനേക്കാൾ കൂടുതൽ 61,000 ഉള്ളത് വെറും 30,000 മാറി, കുറഞ്ഞു. SSLCയിൽ A+ വാങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തിരിച്ചാലോചിക്കുമ്പോൾ അത് അത്ര വലിയ സംഭവമായിരുന്നോ? അല്ല. എന്നിട്ട് പോലും A+ൻ്റെ എണ്ണം അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇനി +2ൻ്റെ കേസിൽ ഞാൻ കാണിച്ചു തരട്ടെ. +2ൻ്റെ കേസിൽ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ച് നോക്കുമ്പോൾ 2021 3,78,000 കുട്ടികൾ എഴുതിയ സമയത്ത് പാസ് പെർസെൻറ്റേജ് 87% ഉണ്ടായിരുന്നു. അന്ന് ഫുൾ A+ വാങ്ങിയത് 48,000 പേരായിരുന്നു. അത് സത്യം പറഞ്ഞ ഒരു സ്പെഷ്യൽ ഇയർ ആയിരുന്നു. കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഡബിൾ മാർക്കുള്ള ഫോക്കസ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷനാണ്. അത് 2024 എടുത്തപ്പോൾ നമുക്ക് നോക്കാം, എക്സാം എഴുതിയ കുട്ടികളുടെ എണ്ണത്തിൽ വലിയ മാറ്റമില്ല. പാസ് പെർസെൻറ്റേജ് 78 കുറഞ്ഞു. അതിൻ്റെ ഫുൾ A+ വാങ്ങിയവരുടെ എണ്ണം 39,000 കുറഞ്ഞു. 2025 കഴിഞ്ഞ വർഷം അത് 77.81. ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിനോട് ഓൾമോസ്റ്റ് എത്തി. അതായത് എത്രയാണ്, 4 പേര് എഴുതുന്നുണ്ടെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് 3 പേരെ പാസ്സാവുന്നുള്ളൂ. ഒരാൾ തോറ്റു പോകുന്ന കണക്കാണ് ഈ പറഞ്ഞ കണക്ക്. ഓക്കെ, A+ൻ്റെ എണ്ണം നോക്കുക, വെറും 30,000 കുറഞ്ഞു. കഴിഞ്ഞ വർഷത്തിന് അപേക്ഷിച്ച് കുറഞ്ഞു. ഈ വർഷം SSLCയിൽ സംഭവിച്ച പോലെ എക്സാം സ്റ്റാൻഡേർഡ് കൂട്ടിയിട്ടുണ്ട്, എക്സാം മാർക്ക് കുറയുകയാണ് ചെയ്തത്. അത് സ്വാഭാവികമായി സംഭവിക്കും. നിങ്ങളെ പാറ്റേൺ ഡിഫിക്കൽട്ട് ആയിരുന്നു, ഡിഫറൻ്റ് ആയിരുന്നു, മാത്സ് ടഫ് ആയിരുന്നു, കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ അതിൻ്റെ ലെവലിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. സ്ഥിരമായി വരുന്ന പാറ്റേണിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി പാറ്റേൺ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ, ട്രെൻഡ് സ്പീക്ക് ചെയ്യുകയാണെങ്കിൽ ഈ വർഷം 2026 +2 റിസൾട്ട് വരുന്നത് മെയ് 26-നാണ്. വന്നു കഴിയുമ്പം എന്ത് സംഭവിക്കും? ഈ 77 എന്നുള്ളതിൽ നിന്ന് ഒരുപാട് പിറകോട്ട് പോകും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ത്, ഈ 30,000 എന്നുള്ളത് എന്ത് ചെയ്യും, ഉറപ്പായും കുറയാനാണ് സാധ്യത. അത് അടുത്ത വർഷത്തേക്കും മോസ്റ്റ് പ്രോബബ്ലി ഇത് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഗിവൺ ദാറ്റ് ഇതേ പോളിസി പുതിയ ഗവൺമെൻറ്റും പുതിയ വിദ്യാഭ്യാസവും തുടരുകയാണെങ്കിൽ മിക്കവാറും അത് തുടരുകയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഓവറോൾ ഒരു പോളിസിൻ്റെ ഭാഗമായതുകൊണ്ട് ഈ ട്രെൻഡ് മുന്നോട്ട് പോകാനാണ് ചാൻസ്. അതായത് പാസ്സാകുന്ന എണ്ണം ഒരുപാട് ഉണ്ടാവില്ലെങ്കിലും, ആ ചേഞ്ച് ഇല്ലായെങ്കിലും ഈ ചേഞ്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ റിസൾട്ട് വരാൻ പോകുന്നത് എന്നാണ്, ജൂൺ 8-നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത്. +1 റിസൾട്ട് ജൂൺ 8-ാം തീയതി വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് നമുക്ക് അതിൻ്റെ കുറച്ചും കൂടി എന്ത് ചെയ്യാം, ഒരു ഡാറ്റ വെച്ച് പറയാം. കഴിഞ്ഞ വർഷത്തെ +1 ഡാറ്റ വെച്ച് നോക്കുമ്പോൾ മിക്കവാറും അതിനെ സംഭവിക്കാം. അപ്പോൾ +2കാർക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ ആലോചിക്കുക. അവരെന്ത് ചെയ്തു, പുതിയ പാറ്റേൺ അനുസരിച്ച് പല കുട്ടികൾക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനി ചിലപ്പോൾ ഇനി വരുന്ന വർഷങ്ങൾ
ഒരു 1-2 വർഷത്തിന് ശേഷം ചിലപ്പോൾ ആ ഡാറ്റ ഒരു A+ന്റെ എണ്ണം പാസ് പെർസെൻറ്റിന് കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളൊന്ന് അഡാപ്റ്റ് ചെയ്ത് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക. ഒന്നാം നിങ്ങൾ ചെയ്യേണ്ടത് വളരെ നേരത്തെ തുടങ്ങാനുള്ള കാര്യമാണ്. ഒരിക്കലും ഡിലേ ആക്കരുത്. +1 നമുക്ക് കിട്ടിയ സമയം നിങ്ങളൊന്ന് ആലോചിക്കുക. +1 നിങ്ങൾക്കൊരു ജൂലൈ തൊട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയിരുന്നു, ഒരു ഫെബ്രുവരി വരെ മാസം കിട്ടിയിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഇതായിരുന്നു +1ന്റെ കേസിൽ. എന്നാൽ മക്കളെ +2ന്റെ കേസിൽ ഇത്രയും ടൈം നമുക്കില്ല. നമുക്ക് ജൂണിൽ തന്നെ ക്ലാസ് തുടങ്ങും, പക്ഷെ അത് ഫെബ്രുവരി വരെ കിട്ടില്ല. ജാനുവരി ഫെബ്രുവരിയിലൊക്കെ ലാബ് എക്സാംസും അതിൻ്റെ മോഡൽസും റെക്കോർഡും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ഡിസംബറാണ് നിങ്ങളുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ ടൈം കുറവാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ലാബിനെ റെക്കോർഡുകൾ കംപ്ലീറ്റ് ചെയ്യണം, ലാബ് കംപ്ലീറ്റ് ചെയ്യണം, ഇനി കോമ്പറ്റീവ് എക്സാംസിന് പഠിക്കണം. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിൽ ടൈമും കുറവാണ്. അതുകൊണ്ട് മക്കളെ നിങ്ങൾ ഇക്കാര്യം പോസിറ്റീവായിട്ട് എടുക്കുക. ഈ പാസ് പെർസെൻറ്റേജ് കുറയാതിരിക്കാം. നിങ്ങളെ ബാച്ച് പാസ് ഔട്ട് ആകുമ്പോൾ +2 പാസ് ഔട്ട് ആകുമ്പോൾ ഈ പാസ് പെർസെൻറ്റേജ് കൂട്ടുകയും ഈ A+ന്റെ കൂട്ടാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വന്നാലും നിങ്ങൾ ആ മാറ്റത്തിനനുസരിച്ച് പഠിക്കാൻ വില്ലിങ് ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ആ മാറ്റത്തിന് നിങ്ങൾ തയ്യാറാകുക. എഡ്യൂപോർട്ട് പോലെയുള്ള നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടെ ഉണ്ടാവും, നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നേരത്തെ തുടങ്ങുക, പ്രോപ്പറായി ടൈംലി പഠിക്കുക, കൃത്യമായ ഇടവേളകളിൽ പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, പുതിയ പാറ്റേൺസ് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഇതെല്ലാം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായി മാർക്ക് കിട്ടും. സോ നിങ്ങൾ ഇതുവരെ സീരിയസ് ആയി പഠിക്കാത്തൊരു കുട്ടിയാണെങ്കിൽ പഠിച്ച് തുടങ്ങാൻ നിങ്ങൾ ശ്രമിക്കുക. അതിന് എന്തൊക്കെ റിസോഴ്സ് വേണോ നിങ്ങൾ അതെല്ലാം സംഘടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ സ്കൂളിൽ ക്ലാസ് എടുക്കുന്നത് അത്ര ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിന് ജോയിൻ ചെയ്തോ. അത് എഡ്യൂപോർട്ട് തന്നെ ആവണമെന്നില്ല, ഓഫ്ലൈനോ ഓൺലൈനോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അതിൻ്റെ സാമ്പത്തിക വശമോ മറ്റൊന്നും നോക്കാതെ നിങ്ങൾക്ക് നിങ്ങളെ പഠിക്കാനുള്ള മാർക്ക് അല്ലെ പഠിക്കാനുള്ള ആ കണ്ടന്റ് പ്രോപ്പറായി കിട്ടണോ. അത് സ്കൂളിലാണെങ്കിൽ സ്കൂളിൽ, ഇനി ഓഫ്ലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ, ഓൺലൈൻ ആണെങ്കിൽ ഓൺലൈൻ, എവിടെയായാലും കുഴപ്പമില്ല. സ്കൂളിലെ ക്ലാസ് അടിപൊളിയാണ്, അതെന്നെ ഫോളോ ചെയ്ത് ഒരു കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. ആൻഡ് ഫൈനൽ തിങ്, ജസ്റ്റ് ഒരു പരസ്യം പോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പരസ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ പോയിന്റ്സ് എല്ലാം നേരത്തെ ഷെഡ്യൂൾ തീർക്കും, പ്രോപ്പറായി സപ്പോർട്ട് ഉണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും, റിസോഴ്സും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എഡ്യൂപോർട്ട് സൂപ്പർ ബാച്ച് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് പറയുകയാണ്, നമ്മുടെ സൂപ്പർ ബാച്ച് എപ്പോഴും നിങ്ങൾ ഈ വീഡിയോ എന്നാ കാണുമെന്ന് അറിയില്ല. അപ്പോൾ നിലവിലെ ഈ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് May 20th ആണ്. അടുത്ത ബാച്ച് ഒരു വീക്കിനുള്ളിൽ ഉണ്ടാവും. അപ്പോൾ എല്ലാ വീക്കിലും നമ്മൾ സൂപ്പർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അഡീഷണൽ ആയിട്ട് മാത്സിൻ്റെയും ഇംഗ്ലീഷിൻ്റെയും ഫൗണ്ടേഷൻ ക്ലാസ്സും അതിൽ അവൈലബിൾ ആയിരിക്കും. സോ അതുപോലെയുള്ള ബാച്ചസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക, പഠിക്കട്ടോ മക്കളെ, പഠിക്കാം. അപ്പോൾ ആ വിൻ പെർസെൻറ്റേജും A+ന്റെ എണ്ണവും നെക്സ്റ്റ് ഇയർ നോക്കുന്ന സമയത്ത് ആ ഡാറ്റ മുകളിലോട്ട് പോട്ടെ. ഓൾ ദി ബെസ്റ്റ്.